സ്നേഹം അത് വില കൊടുത്തു വാങ്ങാൻ പറ്റുന്നതാണോ? നമുക്ക് നോക്കാം. സ്നേഹമെന്ന വികാരത്തെ തലോടിക്കൊണ്ടാണ് മനുഷ്യരായ ജന്മത്തിലുള്ള എല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നത്. മനുഷ്യന് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ, മൃഗങ്ങൾക്കതാവില്ല എന്നുള്ള. പക്ഷെ ചില മനുഷ്യ മൃഗങ്ങൾ നമ്മളുടെ കൂടെ കൂടുമ്പോൾ ചില സന്ദർഭത്തിൽ സ്നേഹം എന്നത് മറ്റൊരു തലത്തിലേക്ക് അവർ കൊണ്ടുപോകും. അവരുടേതായ കാര്യങ്ങൾക്ക് മാത്രം നിന്നു കൊടുക്കണം എന്ന തരത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അവരെത്തേണ്ടിടത്ത് എത്തിക്കഴിയുമ്പോഴേക്കും പിന്നീട് ആ സ്നേഹത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് തിരിച്ചു തരാനാവാതെ നമ്മളോട് ആത്മവഞ്ചന ചെയ്ത് കൂടെ നിന്നിട്ട് പോലും, കൂടെ പിറപ്പായി കരുതിയിട്ട് പോലും നമുക്ക് അവരെ മനസ്സിലാക്കുവാനാവാത്ത രീതിയിൽ ആത്മവഞ്ചനയും ചെയ്തു പോകുന്ന ചില ജന്മങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? അതാണ് വഞ്ചന എന്ന ആ ഒരു മഹാപാപം ചെയ്യുന്ന ചിലരുണ്ട്. അത് അവരുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവർ നാം പോലും അറിയാതെ നമ്മളുടെ കൂടെ നിന്ന് നമുക്കൊപ്പം നിന്ന് സഞ്ചരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ ഈ പ്രവൃത്തി ചെയ്യുന്നതും. അങ്ങനെ ആത്മവഞ്ചന നടത്തി നേട്ടം കൊയ്യുന്നവർ അറിയുക, നിങ്ങൾ നേടുന്നതും നിങ്ങൾ കൊയ്തെടുക്കുന്നതും അത് നിങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ അത് നിലനിൽക്കില്ല. അത് താൽക്കാലികമായ നേട്ടങ്ങൾ മാത്രമായിരിക്കും എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വഞ്ചന എന്നൊക്കെ പറയുന്നതേ അത് എങ്ങും എത്താത്ത ഒരു കുറുക്കു വഴിയാണ്. കള്ളം മെനഞ്ഞു കൊട്ടാരം പണിയുന്നവരുണ്ട്, ചതി കൊണ്ട് ദോഷം തീർക്കുന്നവരുണ്ട്. അതായത് കൂടെ നിൽക്കും, നാളുകളോളം വർഷങ്ങളോളം കൂടെ നിൽക്കും. നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം എന്നുള്ള മൂന്നക്ഷരത്തിന്റെ പുറത്ത് നാം കൂടെ നിർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം പോലും അറിയാതെ നമ്മളുടെ കൂടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ചിലത് തട്ടി തെറിപ്പിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഒരുപാട് ദൂരത്തൊന്നും ഉള്ളവരുമായിരിക്കില്ല, മറിച്ച് നമ്മളുടെ അരികിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ചതിപ്രയോഗങ്ങൾ നടത്തുന്നത്. അറിയുക, ഒരു ചതിയും അധികകാലം വേരൂന്നിയ ചരിത്രം ഇല്ല എന്ന് തന്നെ അറിയണം. ചതിച്ച് മറ്റുള്ളവർക്ക് അമൂല്യമായി സ്വന്തമെന്ന് കരുതുന്ന പലതിനെയും സ്വന്തമാക്കി കൈവശപ്പെടുത്തുന്നവർ അറിയുക, ഇങ്ങനെ ചതിച്ചു നേടുന്നതൊന്നും തന്നെ അധികകാലം കൂടെ ഉണ്ടാവില്ല എന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ചതിക്കപ്പെട്ടവൻ ഒരുപക്ഷെ ആദ്യം കരയുമായിരിക്കും, എന്നാൽ പിന്നീട് അവനായിരിക്കും വിജയം. അവൻ ചിരിക്കുക തന്നെ ചെയ്യും. ആത്മവഞ്ചന, ചതി, ആത്മവിശ്വാസം കേട് കാണിച്ച ആരായാലും ഈ ചതി ചെയ്തവർക്ക് ദൈവത്തിന്റെ മുന്നിൽ കണക്കു പറഞ്ഞേ മതിയാകൂ. ആരെയും കൂടെ നിന്ന് ചതിക്കരുത്, ആത്മവഞ്ചന ചെയ്യരുത്. കള്ളങ്ങൾ കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ശ്രദ്ധിക്കരുത്. കള്ളങ്ങൾ കൊണ്ട് ദ്രോഹിക്കാതിരിക്കണം മനുഷ്യർ. സ്നേഹത്തിന്റെ പേരിൽ കൂടെ നിൽക്കുന്ന ഒരാളെയും വഞ്ചിക്കരുത്. കാരണം അവരുടെ ജീവിതം തന്നെ തകരാൻ ഈ ആത്മവഞ്ചന, ഈ വിശ്വാസവഞ്ചന അത് കാരണമായി തീർന്നേക്കാം എന്ന പരമസത്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മനുഷ്യജന്മത്തിൽ നാം ഓരോരുത്തരും പെരുമാറി മുന്നോട്ട് നിങ്ങളുടെ യാത്രകൾ മുന്നോട്ട് സുഗമമായി കൊണ്ടുപോകാൻ. കിട്ടാത്ത സ്നേഹത്തെക്കാൾ വേദന നിറഞ്ഞതായിരിക്കും കിട്ടിയ സ്നേഹം. അത് വഞ്ചനയാണെന്ന് തിരിച്ചറിയുന്ന നാം ഓരോരുത്തരുടെ ഇടയിൽ നാം അറിയുന്ന ആ നിമിഷം. സ്നേഹിച്ചില്ലേലും സ്നേഹം കൊണ്ട് ആരെയും വഞ്ചിക്കാതിരിക്കുക. ഇവിടെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക, ഈ വഞ്ചന എന്ന് പറയുന്നത് അത് എങ്ങും എത്താത്ത ഒരു കുറുക്കുവഴി തന്നെയാണ് എന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.